ചെറുവള്ളി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിന് സ്റ്റേ. ഹൈക്കോടതിയാണ് വിജ്ഞാപനം സ്റ്റേ ചെയ്തത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തടിസ്ഥാനത്തിലാണ് വിജ്ഞാപനം സ്റ്റേ ചെയ്തത് കോടതി? രജനി, ചെറുവള്ളി വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് വിജ്ഞാപനം ഇറക്കിയത്. ഈ വിജ്ഞാപനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അയന ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് സ്റ്റേ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ച ഒരു ആരോപണം, ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നത് സംബന്ധിച്ച് പരാമർശമില്ല. അത്തരത്തിലുള്ള ചട്ടവിരുദ്ധമായിട്ടാണ് ഈ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉടനടി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് ഏകദേശം 400-ലധികം പേരുടെ കൈവശം ഇരിക്കുന്ന 1000-ഓളം ഹെക്ടർ ഭൂമിയാണ് ഇത്തരത്തിൽ ഏറ്റെടുക്കാനായിട്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. സാമൂഹിക ആഘാത പഠനം നടത്തിയതിലടക്കം വലിയ രീതിയിൽ ചട്ടവിരുദ്ധതയുണ്ടായി. മാത്രമല്ല, ഈ പഠനം നടത്തിയത് സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. അത് കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപനം നിലനിൽക്കില്ല എന്നുള്ളൊരു വാദവും ഹൈക്കോടതിയിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഏകദേശം 2296 ഏക്കറോളം ഭൂമിയാണ് വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായത്. ഈ കൈവശം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിജ്ഞാപനം നിലനിൽക്കില്ല, നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു വിജ്ഞാപനം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതി ഇതിന് സ്റ്റേ അനുവാദം നൽകിയതോടുകൂടി ഇതിന്റെ തുടർ നടപടികൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങും. എന്തായാലും ചെറുവള്ളി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം, സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. രജനി, ശരി. ചെറുവള്ളി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിന് സ്റ്റേ. ഹൈക്കോടതിയാണ് വിജ്ഞാപനം സ്റ്റേ ചെയ്തത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.